ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമുക്ക് 2 പാവയ്ക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇവിടെ 2 പേരും പാവയ്ക്ക കഴിക്കത്തില്ല. എങ്കിൽ ഇവരെ കൊണ്ടൊന്ന് കഴിപ്പിക്കണമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്താ 2 പാവയ്ക്കയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു പാവയ്ക്ക എടുത്ത് നമ്മൾ മെഴുക്ക് പുരട്ടാൻ പോവുകയാണ് ഗൈസ്. ഇന്നൊന്ന് കഴിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ ആ പാവയ്ക്കയെ കഷ്ണങ്ങളാക്കി വെച്ചു. പിന്നെ സവോളയും അതുപോലെ തന്നെ പച്ചമുളകും എടുത്ത് വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാത്രം വെച്ചു ഗൈസ്. പാത്രം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇടുകയാണ്. പിന്നെ ഇച്ചിരി ശകലം ഞാൻ ഉപ്പും കൂടി ഇട്ടു കേട്ടോ, പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉപ്പും കൂടി ഇട്ടു ഗൈസ്. അതിനുശേഷം പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഇതിൻ്റെ അകത്തോട്ട് തട്ടുകയാണ് കേട്ടോ. പാവയ്ക്കയും തട്ടി എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഗൈസ്. എന്നിട്ട് പാത്രം വെച്ച് അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴട്ടി. അപ്പോൾ ഇവർ പാവയ്ക്കാണെന്നത് അറിയാൻ പാടില്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആയപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലായി. അതിനുശേഷം നമ്മൾ നല്ല ഇതുപോലെ സെറ്റാക്കി കുറച്ച് തേങ്ങാ തിരുമ്മലും കൂടി ഇടണം കേട്ടോ. പിന്നീട് നമ്മളിതാ പാത്രം വയ്ക്കുകയാണ് ചോറുണ്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അത് കുറച്ച് ചോറിട്ടു. അപ്പോൾ എന്നും നോൺ വെജ് ആയിക്കൊണ്ടിട്ട് ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ വെച്ചാണ് സെറ്റാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത് ഇച്ചിരി അച്ചാർ വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും വെച്ചു. പിന്നെ മോര് കറിയും വെച്ചു കേട്ടോ. അപ്പം ഇതുപോലെയാണ് നമ്മൾ സെറ്റാക്കി കഴിക്കുന്നത്. അങ്ങനെ ഇത്തിരി പാവയ്ക്കയും അച്ചാറും എല്ലാം കൂടി കൂട്ടി കഴിച്ചു. പാത്രവും കാലിയായി ഗൈസ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ ബൈ.